Okay, welcome back. So, starting profit and gains of business or profession, PGBP എന്നുള്ള ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ. നിങ്ങൾക്ക് ദ മോസ്റ്റ് ടഫസ്റ്റ് ചാപ്റ്റർ ഫോർ മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് അല്ലേ. ഇത് കുറേ അങ്ങോട്ട് എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് ആഡ് ചെയ്യണം, എന്ത് ലെസ് ചെയ്യണം, അങ്ങനെ നിങ്ങൾ ആകെ കൂടി വട്ടം കറങ്ങുന്ന ചാപ്റ്ററാണ് PGBP. അപ്പോൾ നമുക്കിതിനെ വട്ടമൊന്നും കറങ്ങാണ്ട് ലസ്സി നമുക്കതിനൊന്ന് നോർമലി അങ്ങോട്ട് ഡീൽ ചെയ്ത് നോക്കാം. ശരിയാണെന്നുണ്ടെങ്കിൽ ശരിയാവട്ടെ, അല്ലേ ശരിയാകുന്നില്ലെങ്കിൽ ശരിയാവണ്ട. ഓക്കെ, സോ നമുക്ക് പഠിച്ചു നോക്കാം, ബാക്കി നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. PGBP പ്രോഫിറ്റ് ഓർ ഗെയിൻ ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ ആണ്. ബിസിനസ് ഇൻ ദ സെൻസ് ദാറ്റ് നമ്മളിവിടെ പഠിക്കുന്നത് മിസ്റ്റർ എനെ പറ്റിയാന്ന് വെച്ചോ, SSC. മിസ്റ്റർ എ ഏതെങ്കിലും ഒരു ഷോപ്പിൽ എവിടെയെങ്കിലും ഒരു കമ്പനിയിലൊക്കെ ജോലി ചെയ്ത് എംപ്ലോയി ആയിക്കഴിഞ്ഞാൽ അയാൾക്ക് സാലറി കിട്ടും. അത് ഏത് ഹെഡിൽ നിങ്ങൾ കൊണ്ടുപോയി എഴുതും? സാലറി ഹെഡിൽ എഴുതും. ഇയാൾക്ക് സ്വന്തമായിട്ട് ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്, ഇതിൽ നിന്ന് റെൻറ്റ് കിട്ടി, അപ്പോൾ നിങ്ങൾ ഏതിൽ കൊണ്ടുപോയി എഴുതും? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ കൊണ്ടുപോയി എഴുതും. ഇനി മിസ്റ്റർ എ സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ്, ഒരു ഷോപ്പ് ഇടുകയാണ്. അത് നിങ്ങൾ എവിടെ എഴുതും? ദാ ഇവിടെ എഴുതും. എവിടെ? PGBPയിൽ എഴുതണം. ഇനി മിസ്റ്റർ എ ഡോക്ടറാന്ന് വെച്ചോ. സോ ഹീ ഈസ് റണ്ണിങ് എ പ്രൊഫഷൻ, റൈറ്റ്? ഹീ ഈസ് ഡൂയിങ് ഹിസ് പ്രൊഫഷൻ. റണ്ണിങ് അല്ല, ഈസ് ഡൂയിങ് ഹിസ് പ്രൊഫഷൻ. സോ ഇയാൾക്ക് ഫീസോ അങ്ങനെ വല്ലതൊക്കെ കിട്ടുമ്പം അതും ഏത് ഹെഡിൽ വരും? PGBPയിൽ വരും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ, അതായത് ഇതാണ് ഓർമ്മിക്കേണ്ടത്. ബിസിനസ് എന്ന് പറയുമ്പോൾ പല കുട്ടികളും കമ്പനീനെ മനസ്സിൽ അങ്ങോട്ട് പ്രതിഷ്ഠിക്കും. നോ, കമ്പനി വേറെ തന്നെ. കമ്പനീൻ്റെ അസസ്മെൻ്റ് ഒക്കെ നിങ്ങൾ അടുത്ത പ്രാവശ്യം പഠിക്കും. കമ്പനി പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ കമ്പനി എങ്ങനെ അതിന് ടാക്സ് കൊടുക്കണം എന്നൊക്കെ നിങ്ങൾ അടുത്ത പ്രാവശ്യം പഠിക്കും. ഇവിടെ ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വൽ അവർ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുക, പ്രൊഫഷൻ ആണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം എങ്ങനെ ടാക്സ് ചെയ്യുന്നതാണ് PGBPയിൽ പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് ഇതാണ്. ഇനി നമുക്കറിയാം, നമ്മളിപ്പോൾ ഈ മിസ്റ്റർ എ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ഇയാൾ എന്തുണ്ടാക്കും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഉണ്ടാവും, ഇയാളെ കയ്യിൽ ബാലൻസ് ഷീറ്റ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മളിവിടെ ഒരു സാധനം ഉണ്ട്, എന്താ അത്? നെറ്റ് പ്രോഫിറ്റ്. ഈ പ്രോഫിറ്റിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്? ടാക്സ് കൊടുക്കേണ്ടത്. സോ ഇത് മിസ്റ്റർ എന്റെ അക്കൗണ്ടിനെ വെച്ചുണ്ടാക്കിയ P&L അക്കൗണ്ടും ബാലൻസ് ഷീറ്റുമാണ്. സോ ഈ നെറ്റ് പ്രോഫിറ്റിൻ്റെ മേലെ ടാക്സ് കൊടുക്കണം എന്നാണ് ആര് പറയുന്നത്? മിസ്റ്റർ എ. ഇൻകം ടാക്സുകാർ വിടൂല. ബിക്കോസ് മിസ്റ്റർ എന്റെ അക്കൗണ്ടൻ്റ് ഈ P&L അക്കൗണ്ട് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുമ്പം ഇവിടെ നമുക്ക് എന്ത് എക്സ്പെൻസ് വേണ്ടിക്കലും ഇട്ട് ലെസ് ചെയ്യുക, അല്ലേ? ഇവിടെ എക്സ്പെൻസ് ഇടുന്നതിന് കണക്കായിട്ട് P&L അക്കൗണ്ടിൻ്റെ ഈ സൈഡിൽ എന്താ ഇടുക? എക്സ്പെൻസുകളാണ് വരിക. അപ്പോൾ ഇവിടെ ഇങ്ങനെ എക്സ്പെൻസ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ പ്രോഫിറ്റ് കുറഞ്ഞുകൊണ്ടേയിരിക്കും, ടാക്സ് കുറഞ്ഞുകൊണ്ടേയിരിക്കും, അല്ലേ? പ്രോഫിറ്റ് കുറയുന്നതിനനുസരിച്ച് ടാക്സ് കുറയും. സോ ഈ ഒരു ഭാഗത്ത് എക്സ്പെൻസ് കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് വരും? ടാക്സ് കുറഞ്ഞു നെറ്റ് പ്രോഫിറ്റ് കുറയും, അതുകൊണ്ട് ടാക്സും കുറയും. അപ്പോൾ ഈ മിസ്റ്റർ എക്ക് എന്ത് ചിലവുകൾ വേണ്ടിക്കലും ഇവിടെ കാണിച്ചിട്ട് നെറ്റ് പ്രോഫിറ്റ് കുറച്ച് കാണിച്ചിട്ട് ടാക്സ് എന്ത് ചെയ്യാം? ടാക്സും കുറച്ച് കൊടുത്താൽ മതി. സോ ഇൻകം ടാക്സ് ഈ ഒരു ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്, അതായത് മിസ്റ്റർ എ പ്രിപ്പയർ ചെയ്യുന്ന, മിസ്റ്റർ എ ആണ് അയാൾ ബിസിനസ് കണ്ടക്ട് ചെയ്യുന്നത്, അയാൾ പ്രിപ്പയർ ചെയ്തിട്ട് കൊടുക്കുന്ന ഈ നെറ്റ് പ്രോഫിറ്റ് ആക്സെപ്റ്റ് ചെയ്യില്ല? ഇൻകം ടാക്സ് ആക്സെപ്റ്റ് ചെയ്യില്ല. ഇൻകം ടാക്സിൻ്റെ കുറേ റൂൾസ് ഉണ്ട്. നെറ്റ് പ്രോഫിറ്റിൽ ഇന്ന എക്സ്പെൻസ് ഒന്നും പെടൂല, ഇന്ന ഇൻകം ഇവിടെ എഴുതണം. ഇവിടെ ചില ഇൻകംസ് എഴുതിയിട്ടില്ലെങ്കിൽ എന്താവും? നെറ്റ് പ്രോഫിറ്റ് കുറയും. ഇൻകം ഇവിടെ കൂടുന്നതിനനുസരിച്ച് നെറ്റ് പ്രോഫിറ്റ് കൂടുകയും ചെയ്യും. അപ്പോൾ ചില ഇൻകം ഒന്നും ഈ മിസ്റ്റർ എന്റെ അക്കൗണ്ടൻ്റ് അല്ലെങ്കിൽ മിസ്റ്റർ എ ഇതിൽ കൊണ്ട് കാണിക്കൂല. അപ്പം ഇതൊന്നും ആക്സെപ്റ്റ് ചെയ്യില്ല? നമ്മുടെ ഇൻകം ടാക്സ് അതോറിറ്റീസ് അല്ലെങ്കിൽ അസസിങ് ഓഫീസർ ആക്സെപ്റ്റ് ചെയ്യില്ല. അവർക്ക് ഈ നെറ്റ് പ്രോഫിറ്റ്, ഇയാൾ സബ്മിറ്റ് ചെയ്ത നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് ചിലപ്പോൾ അയാൾ കുറേ എക്സ്പെൻസുകൾ എന്ത് ചെയ്യും? തിരിച്ച് ആഡ് ബാക്ക് ചെയ്യും. ഓഹോ, ഇത് നീ ഇവിടെ ഇട്ടിട്ട് ലെസ് ചെയ്തിനല്ലേ, പറ്റൂല, യു ഷുഡ് ആഡ് ബാക്ക് ഇറ്റ്. ഓക്കെ, അതിനെ പറ്റിയൊക്കെ ഞാൻ വിശദമായിട്ട് പറയാം. അപ്പം ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കോൺസെപ്റ്റ്, മിസ്റ്റർ എ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന P&L അക്കൗണ്ടിലെ നെറ്റ് പ്രോഫിറ്റിൻ്റെ മേലെ ടാക്സ് കണ്ടാൽ പോരാ. ബിക്കോസ് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കും അറിയാം, നമ്മൾ P&L അക്കൗണ്ട് വരയുമ്പോൾ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ 50% ഒക്കെ ചാർജ് ചെയ്തിട്ട് എഴുതിയിട്ടുണ്ട്. അങ്ങനത്തെ കണക്കൊക്കെ നമ്മൾ ഓൾറെഡി അക്കൗണ്ട്സിൽ കോർപ്പറേറ്റിലായിക്കോട്ടെ, പിന്നെ സോൾ പ്രൊപ്പറേറ്ററിൻ്റെ ആയിക്കോട്ടെ, നമ്മൾ അവിടെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബട്ട് ഇവിടെ നിങ്ങൾ വിചാരിക്കും അപ്പോഴും ഈ പ്രോഫിറ്റിൻ്റെ മുകളിലാണ് ടാക്സ് കൊടുക്കേണ്ടതെന്നോ. ഈ പ്രോഫിറ്റ്
പല സമയങ്ങളിലും ഇത് ആക്സെപ്റ്റ് ചെയ്യില്ല? ഇൻകം ടാക്സ് അതോറിറ്റീസ്, അതായത് അസസിങ് ഓഫീസർ ആക്സെപ്റ്റ് ചെയ്യില്ല. അപ്പം ഈ നെറ്റ് പ്രോഫിറ്റിന് നമ്മൾ എന്തെങ്കിലുമൊക്കെ കുറേ ആഡ് ചെയ്തിട്ടും ചിലതൊക്കെ ലെസ് ചെയ്തിട്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ട് എടുക്കേണ്ടി വരും. ഇതാണ് ഈ ഒരു ചാപ്റ്ററിലെ മെയിനായിട്ടുള്ള നിങ്ങളുടെ ടാസ്ക്. ഇവിടെ ഏതൊക്കെ നമുക്ക് തന്നിരിക്കുന്ന P&L അക്കൗണ്ടിൽ, നമ്മുടെ സാധാരണ അക്കൗണ്ടൻറ്റ് വരച്ച P&L അക്കൗണ്ടിലെ നെറ്റ് പ്രോഫിറ്റിൽ എന്തൊക്കെ നമ്മൾ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. ഇവിടെ കുറേ എക്സ്പെൻസ് ലെസ് ചെയ്തിന്. അപ്പോൾ ചിലതൊക്കെ ഇൻകം ടാക്സ് ഓഫീസർ പറയും, നോ, ഇവിടെ നിങ്ങൾക്ക് ഇതൊന്നും ലെസ് ചെയ്യാൻ പറ്റില്ല, തിരിച്ചിതൊക്കെ നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്തോ, എന്നിട്ട് നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്ത് കാണിച്ചോ. സോ ചില സാധനങ്ങൾ ഇവിടുന്ന് ആഡ് ചെയ്യേണ്ടി വരും, ചില സാധനങ്ങൾ ഈ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് ലെസ് ചെയ്യേണ്ടി വരും. സോ ഈ പ്ലസ് ചെയ്യുന്ന സാധനം ഏതാ, ലെസ് ചെയ്യുന്ന സാധനം ഏതാ, എത്ര ലെസ് ചെയ്യണം, എത്ര എമൗണ്ട് എടുക്കണം എന്നൊക്കെ ഉള്ളതാണ് ഈ ചാപ്റ്ററിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള ഹെർക്കുലീസ് ടാസ്ക്. ഓക്കെ, സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ ഈ 1 by 1 ആയിട്ട് ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോൾ ഇവിടെ എന്തൊക്കെ ആഡ് ചെയ്യണമെന്ന് മനസ്സിലാവുമായിരിക്കും, എന്തൊക്കെ ലെസ് ചെയ്യണമെന്നും മനസ്സിലാവുമായിരിക്കും. സോ സംഭവം ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു, എന്താ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. സോ ഇത് ജസ്റ്റ് ഒരു ഇൻട്രോ പോലെ പറഞ്ഞെന്ന് മാത്രം. ഇനി നമ്മൾ ഈ ടോപ്പിക്കിലോട്ട് വരികയാണ്. ഈ ടോപ്പിക്ക് നമുക്ക് ആസ് യൂഷ്വൽ ഞാൻ ഇതുപോലെ പോവുകയാണ്, ഈ ടെക്സ്റ്റ് പോലെ പോവുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം ഞാൻ അവിടുന്ന് ഇവിടുന്നൊക്കെ എടുത്തിട്ട് ലാസ്റ്റ് ഇതൊക്കെ തീർക്കുക ചെയ്യുക. ബട്ട് ഇത് ഞാൻ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് എങ്ങനെയാണോ പോകുന്നത് അതേപോലെ പോവുകയാണ്. ബിക്കോസ് തിയറിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്, സോ കൺഫ്യൂഷൻ ആയിരിക്കും. സോ ഞാൻ ഇതേപടി പോവുകയാണ്. അപ്പോൾ ഈ ഒരു സാധനം മനസ്സിൽ അവിടെ ഇവിടെയൊക്കെ ഓർമ്മിച്ച് അവിടെ വച്ചിരിക്കണം. സോ സ്റ്റാർട്ടിങ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ, PGBP. പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഫ്രം ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ബിസിനസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. സോ വാട്ട് ഇസ് ബിസിനസ് എന്നുള്ളത് സെക്ഷൻ നമ്പർ 213 ഇൻകം ടാക്സ് അവിടെ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇൻകം ബിസിനസ്സിൽ ട്രേഡ് പെടാം, കൊമേഴ്സ് പെടും, മാനുഫാക്ചർ പെടും. ട്രേഡിംഗ്, കൊമേഴ്സ് ഓർ മാനുഫാക്ചറർ, അല്ലെങ്കിൽ adventure or concern in the nature of trade, commerce and manufacturer. So definition നിങ്ങൾ പഠിക്കുക, ചെറിയ മാർക്കിന് അധികവും ചോദിക്കും ഡെഫിനേഷൻ ഓഫ് ബിസിനസ്. ഓക്കെ, സോ ബിസിനസ്സിൻ്റെ ഡെഫിനേഷൻ പഠിക്കുക. ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത് എന്താണെന്ന് വെച്ചാൽ ബിസിനസ്സിൻ്റെ ഡെഫിനേഷന് whatever it is, ട്രേഡ്, കൊമേഴ്സ്, എന്തായാലും ഇതിൻ്റെ മോട്ടീവ് മേക്കിംഗ് പ്രോഫിറ്റ് ആയിരിക്കണം. മോട്ടീവ്, പേർപ്പസ് എന്തായിരിക്കണം, ഈ ബിസിനസ് കണ്ടക്ട് ചെയ്യുന്ന പേർപ്പസ് എന്തായിരിക്കണം, മേക്കിംഗ് പ്രോഫിറ്റ്. ഒരാൾ സ്വന്തം സെൽഫ് കൺസംഷൻ, സെൽഫ് ഉപയോഗിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചാൽ, തിരിച്ച് വിൽക്കാനല്ലാണ്ട് അയാൾ സ്വന്തം ഉപയോഗിക്കാൻ വാങ്ങിച്ചാൽ അത് എന്തല്ല, ബിസിനസ് അല്ല. സോ ദർ ഇസ് നോ പ്രോഫിറ്റ് മോട്ടീവ് ദർ. ബട്ട് ഒരാൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാൾ ചെയർ വാങ്ങിച്ചു. ഓക്കെ, മിസ്റ്റർ എ ചെയർ വാങ്ങിച്ചു, എന്തിന്, അയാൾക്ക് ഇരിക്കാൻ വേണ്ടി, ഇത് ബിസിനസ് അല്ല. മിസ്റ്റർ എ ചെയർ വാങ്ങിച്ചു എന്തിന്, വേറൊരാൾക്ക് വിറ്റിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി. സോ ദിസ് ഇസ് എ ബിസിനസ്. സോ ബിസിനസ്സിൽ എന്തുണ്ടാവും, പ്രോഫിറ്റ് എന്ന് പറയുന്ന ഒരു മോട്ടീവ് അവിടെ ഉണ്ടാവും. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് പോയിന്റ്. അടുത്തത് കണ്ടിന്യൂസ് ആയിട്ട് ബിസിനസ്. ഇപ്പോൾ നമ്മൾ ഇവിടെ ബിസിനസ് ഓഫ് ദ പ്രീവിയസ് ഇയർ എടുക്കുക. അപ്പോൾ നമ്മുടേത് 21-22 ആണെങ്കിൽ 2021 നടന്ന ബിസിനസ് ആക്ടിവിറ്റീൻ്റെ ഗെയിനിനെയാണ് നമ്മളിവിടെ ടാക്സ് ചെയ്യുക, പ്രോഫിറ്റിനെയാണ് ടാക്സ് ചെയ്യുക. ഈ പ്രീവിയസ് ഇയറിൽ കണ്ടിന്യൂസ് ആയിട്ട് ബിസിനസ് നടക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. കണ്ടിന്യൂസ് ആയിട്ട് നടന്നാലും കുഴപ്പമില്ല. ഇവൺ വൺ ബിസിനസ് മാത്രമേ നടന്നിട്ടുള്ളൂ എന്ന് വെച്ചോ. 2021 ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണ്. ചെയർ ഇസ് നത്തിങ്, ഐ നോ ദ വാല്യൂ ഇസ് നെഗ്ലിജിബിൾ. ബട്ട് ഈ ചെയർ ഉണ്ടല്ലോ, ഈ ഒറ്റ ചെയറെ വിറ്റിട്ടുള്ളൂ എങ്കിലും അതിന് പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇറ്റ് ഈസ് ടാക്സബിൾ. ലിമിറ്റ് ആൻഡ് കാര്യമൊന്നും ഞാനിവിടെ ബോദർ ചെയ്യുന്നില്ല. ഞാൻ അതിൻ്റെ നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് മാത്രമാണ് ഇവിടെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. സോ റെക്കറിങ് ആൻഡ് കണ്ടിന്യൂസ് ആവണമെന്നില്ല. ഐസൊലേറ്റഡ് ആക്ടിവിറ്റി, ഒരൊറ്റ സെയിലും ഒരൊറ്റ ബിസിനസ് കണ്ടക്ട് ചെയ്താൽ മതി. അവിടെ പ്രോഫിറ്റാണോ അവരുടെ മോട്ടീവ് എങ്കിൽ അതും കൂടെ PGBPയിൽ ടാക്സബിൾ ആണ്. അതായത് മിസ്റ്റർ എ എന്ന് പറയുന്ന SSC ആണെങ്കിൽ അയാൾ സ്ഥിരമായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരാളായിരിക്കണം എന്നൊന്നുമില്ല. അയാൾ ഒരൊറ്റ ബിസിനസ്സാണ് ചെയ്തതെങ്കിൽ കൂടെ അതിൽ നിന്ന് അയാൾക്ക് പ്രോഫിറ്റാണ് അയാളുടെ മോട്ടീവ് എങ്കിൽ അത് PGBP എന്ന് പറയുന്ന ഹെഡിൽ വരും. ഓക്കെ, പിന്നെ സെൽഫ് യൂസിനുള്ളത് വരില്ല, പ്രോഫിറ്റ് മോട്ടീവ് ആയിരിക്കണം. പിന്നെ ബിസിനസ്സിൻ്റെ ഡെഫിനേഷൻ നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കണം. ഓക്കെ, അടുത്തത് പ്രൊഫഷൻ്റെ ഡെഫിനേഷനാണ് നെക്സ്റ്റ് വരുന്നത് 236.
സെക്ഷൻ 2 സബ്സെക്ഷൻ 36 എന്ന് ഇത് വായിക്കുക കേട്ടോ. സെക്ഷൻ 2 സബ്സെക്ഷൻ 36. പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കുള്ള നോളജ് അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ അല്ലെങ്കിൽ മാനുവൽ സ്കിൽ ഇതെങ്ങനെ ഉണ്ടായതാ? പാസ്റ്റ് ട്രെയിനിങ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് കൊണ്ട് നിങ്ങൾ നേടിയെടുത്ത നോളജ് അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ അല്ലെങ്കിൽ എന്താ പറയുന്ന വാട്ട് എവർ ഇറ്റ് ഈസ്. സോ നിങ്ങൾ നേടിയെടുത്തത് പാസ്റ്റിലൊരു ട്രെയിനിങ് അല്ലെങ്കിൽ എക്സ്പീരിയൻസിലൂടെ ആണെങ്കിൽ ദാറ്റ് ഈസ് പ്രൊഫഷൻ. അത് കൂടാണ്ട് നിങ്ങൾക്ക് നിങ്ങളടുത്ത് ആ കഴിവ് ഓൾറെഡി നിങ്ങളുടെ കയ്യിലുണ്ട്. ഇറ്റ് ഈസ് എ നാച്ചുറൽ എബിലിറ്റി ആയിട്ട് നിങ്ങൾക്ക് എന്തോ ഒരു കഴിവുണ്ട്. ഓക്കെ, അല്ലാണ്ട് നിങ്ങൾ ട്രെയിനിങ് കൊണ്ടോ എക്സ്പീരിയൻസ് കൊണ്ടോ ഒന്നും അല്ല കിട്ടിയത്. ദെൻ അഗെയിൻ യു ഹാവ് സം ടാലൻറ്റ് വിത്ത് യു, യു ഹാവ് സം ഇൻ്റലക്ച്വൽ തിങ് വിത്ത് യു, അല്ലെങ്കിൽ യു ഹാവ് സം മാനുവൽ സ്കിൽ വിത്ത് യു. സോ അതിനെയാണ് ഈ വൊക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊഫഷനും പെടും വൊക്കേഷനും പെടും. സോ പാസ്റ്റ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ പാസ്റ്റ് ട്രെയിനിങ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് വഴി ഒരാൾ നേടിയെടുത്തതും വരും, അല്ലാണ്ട് സ്വന്തമായിട്ട്, അതായത് പ്രൊഫഷണൽ സ്കില്ലൊന്നും അല്ലാണ്ട് ട്രെയിനിങ് ഒന്നും അല്ലാണ്ട് എക്സ്പീരിയൻസ് ഒന്നും അല്ലാണ്ട് സ്വന്തമായിട്ട് ഒരാൾക്കൊരു സ്കില്ലുണ്ടാവുമല്ലോ, അതും വരും. വൊക്കേഷൻ ഇൻക്ലൂഡ്, ഇപ്പം പ്രൊഫഷൻ ആകുമ്പോൾ ഡോക്ടർ, ലോയർ, ആർക്കിടെക്ട് എക്സെട്ര. വൊക്കേഷനിൽ വരുന്നത് സെൽഫ് എംപ്ലോയ്മെൻറ്റ് വെഞ്ചേഴ്സ്, ബ്രോക്കറേജ്, ഡാൻസിങ്, മ്യൂസിക്, ഇൻഷുറൻസ് ഏജൻസി എക്സെട്ര വിച്ച് ഡു നോട്ട് റിക്വയർ പ്രൊഫഷണൽ സ്കിൽ. ചില ഇതിനൊക്കെ പ്രൊഫഷണൽ സ്കില്ലൊക്കെ ഉണ്ട്, ബട്ട് എന്നാലും ഡാൻസ് പഠിപ്പിക്കാനും മ്യൂസിക് പഠിപ്പിക്കാനെല്ലാം ശരിക്കും പ്രൊഫഷണൽ സ്കില്ല് വേണോ? വേണ്ട. ഡാൻസ് ടീച്ചറിന് വലിയ ഡിഗ്രി ഇല്ലാത്ത ഡാൻസ് ടീച്ചേഴ്സ് ഒരുപാടുണ്ട്. ആൻഡ് ദ ബെസ്റ്റ് ആൻഡ് എന്താ പറയുക, ഭയങ്കരമായിട്ട് ഡാൻസ് ചെയ്യുന്ന ഒരുപാട് ഡാൻസ് ടീച്ചേഴ്സ് ഉണ്ട്. അവർക്ക് ഡാൻസിൽ PhD ഒന്നും ഉണ്ടാവില്ല. ബട്ട് ഡോക്ടർ ഒരു ക്വാളിഫിക്കേഷനും ഇല്ല, 10ാം ക്ലാസ് കഴിഞ്ഞ ആളാന്ന് വെച്ചോ. ഓക്കെ, സോ നിങ്ങൾ അവരുടെ അടുത്ത് പോവുമോ? ഡോക്ടർ എന്ന് വിളിച്ചിട്ടില്ല. സോ ദീസ് ടൈപ്പ് ഓഫ് പ്രൊഫഷൻ നീഡ് വാട്ട്? ക്വാളിഫിക്കേഷൻ വേണം, ഒരു പ്രൊഫഷണൽ സ്കില്ല് വേണം, ആൻഡ് വൊക്കേഷൻ. സോ ഇത് രണ്ടും പ്രൊഫഷനിൽ പെടും. ഇത് രണ്ടും നിങ്ങൾക്ക് ചെറിയ മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ ഇത് രണ്ടും നിങ്ങൾ പഠിക്കണം. ഓക്കെ, ഇനി അടുത്തത് പ്രോഫിറ്റ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ, സെക്ഷൻ 28. എന്തൊക്കെയാണ് ബിസിനസ് ഓർ പ്രൊഫഷനിൽ വരുന്ന പ്രോഫിറ്റിൽ പെടുന്നത് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 3 മാർക്കിന് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, വാട്ട് ഓൾ കം അണ്ടർ ദ പ്രോഫിറ്റ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ. ഒരു ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് ആണെന്ന് പറയുന്ന എന്തൊക്കെ ഘടകങ്ങളാണ് ഈ ഒരു സാധനത്തിൽ വരിക? പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ അല്ല. അപ്പോൾ ഈ പ്രോഫിറ്റ് ഗെയിൻ എന്ന് പറയുമ്പോൾ ഇതിലെന്തൊക്കെ പെടും എന്നാണ് സെക്ഷൻ നമ്പർ 28 ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ ക്യാരിഡ് ഓൺ ബൈ ദി SSC ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. അപ്പോൾ എന്ത് പ്രോഫിറ്റ് എന്ത് ഗെയിൻ ആയിക്കോട്ടെ, ഏതിൽ നിന്ന് കിട്ടുന്ന ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷൻ, ഇത് ആരായിരിക്കണം ഇത് ക്യാരി ചെയ്യുന്നത്? SSC. ഏത് ഇയറിൽ? ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ദ ബിസിനസ് ഓർ പ്രൊഫഷൻ ക്യാരിഡ് ഔട്ട് ബൈ ദി SSC എപ്പോൾ? ഇൻ ദ പ്രീവിയസ് ഇയർ. അടുത്തത് രണ്ടാമത്തെ പോയിന്റ്, എനി കോമ്പൻസേഷൻ. ഇങ്ങനെ എനി കോമ്പൻസേഷൻ ഡ്യൂ ഓർ റിസീവ്ഡ്. ഇതൊരു ഇവിടെ എഴുതാം. എനി കോമ്പൻസേഷൻ ഡ്യൂ ഓർ റിസീവ്ഡ് ബൈ എനി പേഴ്സൺ. എന്തോ ഒരു കോമ്പൻസേഷൻ ആർക്കോ കിട്ടാൻ പോകുന്ന ഒരു പേഴ്സണിന് ഡ്യൂ ആവാം അല്ലെങ്കിൽ റിസീവ്ഡ് ആവാം. ഓക്കെ, റിസീവ്ഡ് ആവാം ബൈ എനി പേഴ്സൺ. അയാൾ ഒരു ഇന്ത്യൻ കമ്പനി മാനേജ് ചെയ്യുന്ന ഒരു മാനേജറാന്ന് വെച്ചോ, ഇന്ത്യൻ കമ്പനിയിലെ മാനേജറാന്ന് വെച്ചോ. എനി കോമ്പൻസേഷൻ ഡ്യൂ അല്ലെങ്കിൽ റിസീവ്ഡ് ബൈ എ മാനേജർ ഓഫ് ആൻ ഇന്ത്യൻ കമ്പനി. എന്തിനാ ഇവർക്ക് ഈ കോമ്പൻസേഷൻ കിട്ടിയത്? ഫോർ ദ ടെർമിനേഷൻ ഓർ മോഡിഫിക്കേഷൻ ഓഫ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻ ഓഫ് ഹിസ് ജോബ്. ഓക്കെ, ടെർമിനേഷൻ അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ ഓഫ് ടേംസ് ഓഫ് ജോബ്. ഈ ഒരു ടെർമിനേറ്റ് ചെയ്യപ്പെടുമ്പം അല്ലെങ്കിൽ അയാളുടെ ജോബിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തുമ്പം ഒരു ഇന്ത്യൻ കമ്പനിയിലെ മാനേജർക്ക് കിട്ടുന്ന കോമ്പൻസേഷൻ ഡ്യൂ ആയിക്കോട്ടെ റിസീവ്ഡ് ആയിക്കോട്ടെ, ദാറ്റ് വിൽ കം അണ്ടർ പ്രോഫിറ്റ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ. എനി കോമ്പൻസേഷൻ ഡ്യൂ ടു ഓർ റിസീവ് ബൈ എനി പേഴ്സൺ. ആരാ പേഴ്സൺ? മാനേജർ എന്ന് പറഞ്ഞാൽ മാനേജിങ് ദ അഫയേഴ്സ് അല്ലേ, അതിനല്ലേ മാനേജർ. മാനേജിങ് ദ അഫയേഴ്സ് ഓഫ് ഇന്ത്യൻ കമ്പനി in connection with what? Termination or modification of
ജോബ്. ഓക്കെ, ഇതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സോ അത് വായിച്ചു നോക്കാം. അടുത്തത് ബി, എനി കോമ്പൻസേഷൻ ഡ്യൂ ഓർ റിസീവ്ഡ് ബൈ എനി പേഴ്സൺ. ആ പേഴ്സൺ ഏതോ ഒരു സംഭവത്തിൻ്റെ ഏജൻ്റായിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, ഈ ഏജൻസിയുടെ ടെർമിനേഷൻ അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ്റെ സമയത്ത് ഈ ഏജൻറ്റിന് എന്തെങ്കിലും കോമ്പൻസേഷൻ ഡ്യൂ അല്ലെങ്കിൽ റിസീവ്ഡ് ആയാൽ ദാറ്റ് ഓൾസോ വിൽ കം അണ്ടർ ദ പ്രോഫിറ്റ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ. നെക്സ്റ്റ്, ഏതെങ്കിലും ഒരു പേഴ്സൺ, എനി കോമ്പൻസേഷൻ ഡ്യൂ ഓർ റിസീവ്ഡ് ബൈ എനി പേഴ്സൺ ഫ്രം ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും കിട്ടുകയാണ്. ഫോർ വാട്ട്? ഫോർ ഗവൺമെൻറ് with the management of, in connection with the management of the property or business. ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ബിസിനസ് മാനേജ് ചെയ്യുന്ന ജോലി എടുക്കുന്ന ഒരാൾക്ക് ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നിന്ന് എനി കോമ്പൻസേഷൻ അല്ലെങ്കിൽ റിസീവ് കിട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് ഓൾസോ വിൽ കം അണ്ടർ പ്രോഫിറ്റ് ഓൺ ബിസിനസ് ഓർ പ്രൊഫഷൻ. ഓക്കെ, സോ ഇവിടെ കാണാം, എന്തായിക്കോട്ടെ ഒരു പേഴ്സണിന് മോഡിഫിക്കേഷൻ ഓഫ് ടേംസ് ആൻഡ് കണ്ടീഷൻ റിലേറ്റിംഗ് ടു ബിസിനസ് കിട്ടുവാണെങ്കിൽ അതെവിടെ വരും? PGBPയിൽ വരും. അഗെയിൻ ഐ എം റിപ്പീറ്റിംഗ്. ഫസ്റ്റ് പോയിന്റ് പ്രോഫിറ്റ് ആൻഡ് പറഞ്ഞടാ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ carried on by SSC during the previous year. രണ്ടാമത്തത്, എനി കോമ്പൻസേഷൻ ഡ്യൂ ഓർ റിസീവ് ബൈ എനി പേഴ്സൺ ആരായിരിക്കണം? മാനേജർ ആയിരിക്കണം. ദാറ്റ് ഇസ് മാനേജിങ് ദ അഫയേഴ്സ് ഓഫ് വാട്ട്? ഇന്ത്യൻ കമ്പനി. എപ്പോൾ കിട്ടിയതായിരിക്കണം? ഇൻ കണക്ഷൻ വിത്ത് ദ ടെർമിനേഷൻ ഓർ മോഡിഫിക്കേഷൻ ഓഫ് ടേംസ് ഓഫ് ബിസിനസ് എന്നാണ് ജോബ് എന്ന് പറഞ്ഞു പോയത്, ടേംസ് ഓഫ് ബിസിനസ്. അടുത്തതും ഇങ്ങനെ തന്നെ, എനി കോമ്പൻസേഷൻ ഡ്യൂ ഓർ റിസീവ് ബൈ ആൻ ഏജൻറ്റ് എന്തിനു വേണ്ടി? ഇൻ കണക്ഷൻ വിത്ത് ദ ടെർമിനേഷൻ ഓർ മോഡിഫിക്കേഷൻ ഓഫ് ദി കോൺട്രാക്ട്. അടുത്തത്, എനി കോമ്പൻസേഷൻ ഡ്യൂ ഓർ റിസീവ് ബൈ എനി പേഴ്സൺ ഫ്രം ഗവൺമെൻറ്. എന്തിനു വേണ്ടി? മാനേജിങ് ദ പ്രോപ്പർട്ടി ഓഫ് ഗവൺമെൻറ് അല്ലെങ്കിൽ ബിസിനസ് ഓഫ് ദി ഗവൺമെൻറ്. ഇനിയോ, എനി കോമ്പൻസേഷൻ ഡ്യൂ ഓർ റിസീവ് ബൈ എനി പേഴ്സൺ ഇൻ കണക്ഷൻ വിത്ത് ടെർമിനേഷൻ മോഡിഫിക്കേഷൻ ഓഫ് ടേംസ് ഓഫ് കോൺട്രാക്ട്. എന്തും ആയിക്കോട്ടെ ഒരു പേഴ്സണിന് ഈ ഒരു കാര്യത്തിന് കിട്ടിയതെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ കം അണ്ടർ ദിസ് വൺ. അപ്പോൾ ഈ 2 പോയിന്റ് ഓക്കെ അല്ലേ? അടുത്ത തേർഡ് പോയിന്റ്, സി, ഇവിടെ എന്തെങ്കിലും ഒരു ട്രേഡിൻ്റെ നടത്തുന്ന ഒരു ബിസിനസ്സാണെന്ന് വെച്ചോ. ഓക്കെ, ഇതിലുള്ള മെമ്പേഴ്സിന് എന്ത് ചെയ്യുകയാണ്? എന്തെങ്കിലും ഒരു സ്പെസിഫിക് സർവീസ് പ്രൊവൈഡ് ചെയ്യുകയാണ്. ഓക്കെ, അങ്ങനെ ഉണ്ടാകുന്ന ഇൻകം. സോ മെമ്പേഴ്സിന് എന്തെങ്കിലും സർവീസ് പ്രൊവൈഡ് ചെയ്തിട്ട് ട്രേഡ് അല്ലെങ്കിൽ പ്രൊഫഷൻ അല്ലെങ്കിൽ സിമിലർ അസോസിയേഷൻ എന്തെങ്കിലും ഒരു ഇൻകം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഓൾസോ വിൽ കം അണ്ടർ ദിസ് വൺ. ഇൻകം ഓഫ് എ ട്രേഡ്, പ്രൊഫഷണൽ ഓർ സിമിലർ അസോസിയേഷൻ ഫ്രം എ സ്പെസിഫിക് സർവീസ് പെർഫോം ഫോർ ഇറ്റ്സ് മെമ്പേഴ്സ്. ഓക്കെ, അടുത്തത് ഇനി വരുന്ന 1, 2, 3 ഒരു പോയിന്റ് ഇപ്പുറത്തുണ്ട്, 2 പോയിന്റ് ഇപ്പുറത്തുണ്ട്. 4 പോയിന്റ്സ്, 1, 2, 3, 4, 5 പോയിന്റ്സ് എക്സ്പോർട്ട് അല്ലെങ്കിൽ ഇമ്പോർട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഐറ്റംസുമായിട്ട് വരികയാണ്. സോ ഈ 5 എണ്ണം നിങ്ങൾ എന്ത് ചെയ്യുക? ഒരുമിച്ച് എഴുതുക. സോ ശ്രദ്ധിച്ചോ, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ലൈസൻസ് ഗ്രാൻഡഡ് അണ്ടർ ഇമ്പോർട്ട് കൺട്രോൾ ഓർഡർ. ഓക്കെ, ചില സമയത്ത് ചില സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യാനുള്ള പർട്ടിക്കുലർ ലൈസൻസ് നിങ്ങളുടെ കയ്യിലാണ് ഉണ്ടാവുക. അത് നിങ്ങൾ വിൽക്കുകയാണെങ്കിൽ അതും ഏതിൽ വരും? PGBP എന്ന് പറയുന്ന ഹെഡിൽ വരും. ഓക്കെ, അടുത്തത് എക്സ്പോർട്ട് സബ്സിഡി. ഇതുപോലെയുള്ള സംഭവങ്ങൾ ക്യാഷ് അസിസ്റ്റൻസ് എന്ന് പറയാം. എക്സ്പോർട്ടിന് സബ്സിഡി ഒക്കെ കിട്ടുമ്പോഴും ഗവൺമെൻറ്റിൻ്റെ അടുക്കൽ സബ്സിഡി കിട്ടുമ്പോഴും ഏത് ഹെഡിൽ വരും? PGBPയിൽ വരും. അടുത്തത് ഇനി ഇങ്ങനെ എഴുതിയാൽ മതി, എ ഡ്യൂട്ടി ഡ്രോബാക്ക്, അതായത് ഡ്യൂട്ടി ഓഫ് കസ്റ്റംസ് ഓർ എക്സസൈസ് ഓർ ഡ്രോബാക്ക്, ഡ്യൂട്ടി ഡ്രോബാക്ക് എന്ന് വിളിക്കും. ഓക്കെ, കസ്റ്റംസ് ഡ്രോബാക്ക്. ഇത് റിസീവ്ഡ് അല്ലെങ്കിൽ റിസീവബിൾ ആണെങ്കിൽ ഇതും ഏത് ഹെഡിൽ വരും? PGBP. ഇതിങ്ങനെ എഴുതിയാൽ മതി, ഡ്യൂട്ടി ഡ്രോബാക്ക് അല്ലെങ്കിൽ ഡ്യൂട്ടി ഓഫ് കസ്റ്റം ഡ്രോബാക്ക് റിസീവ്ഡ് ഓർ റിസീവബിൾ. മാറ്റി എഴുതിക്കോ, റിസീവ്ഡ് ഓർ റിസീവബിൾ എന്ന് എഴുതിയാൽ മതി. ദാറ്റ് ഓൾസോ വിൽ കം അണ്ടർ PGBP. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പുറത്ത് കാണാം നമ്മുടെ ഡ്യൂട്ടി എൻടൈറ്റിൽമെൻറ്റ് പാസ്ബുക്ക് സ്കീം. അതും അങ്ങനെ തന്നെ എക്സ്പോർട്ടിന് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സംഭവമാണെന്ന് പറഞ്ഞാൽ മതി. ഇത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഒത്തിരി പറയാനുണ്ട്, അതുകൊണ്ട് ഒന്നും വേണ്ടാത്തത്. ഡ്യൂട്ടി എൻടൈറ്റിൽമെൻറ്റ് പാസ്ബുക്ക് സ്കീമിൽ എന്തെങ്കിലും ട്രാൻസ്ഫർ ചെയ്യണം. അത് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിലും അതിൽ നിന്ന് എന്തെങ്കിലും പ്രോഫിറ്റ് ഉണ്ടായാലും PGBP എന്ന് പറയുന്ന ഹെഡിൽ വരും. എനി പ്രോഫിറ്റ് ഓൺ ട്രാൻസ്ഫർ ഓഫ് DFRC, ഡ്യൂട്ടി ഫ്രീ റിപ്ലനിഷ്മെൻറ്റ് സർട്ടിഫിക്കറ്റ്. ഓക്കെ, ഡ്യൂട്ടി ഫ്രീ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. സോ അങ്ങനെയുള്ള ലൈസൻസ് നിങ്ങളുടെ കയ്യിലുണ്ട്. അത് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുകയാണെങ്കിലും PGBP എന്ന് പറയുന്ന ഹെഡിൽ വരും. സോ വന്നിരിക്കുന്നത് ഒന്ന് ഇമ്പോർട്ട് കൺട്രോൾ ഓർഡർ, അതായത് സെയിൽ ഓഫ് ലൈസൻസ് ആണെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ PGBPയിൽ വരും, ലോസ് ആണെങ്കിലും വരും. ക്യാഷ് സബ്സിഡി കിട്ടുവാണെങ്കിൽ, ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഒരു ക്യാഷ് അസിസ്റ്റൻസ് കിട്ടുവാണെങ്കിൽ, എക്സ്പോർട്ട് റിലേറ്റഡ് കിട്ടുവാണെങ്കിൽ ദാറ്റ് ഓൾസോ വിൽ കം അണ്ടർ PGBP. അടുത്തത് ഡ്യൂട്ടി ഡ്രോബാക്ക് റിസീവ്ഡ് ഓർ റിസീവബിൾ, അതും ഇതിൽ വരും. അടുത്തത് പ്രോഫിറ്റ് ഓൺ ട്രാൻസ്ഫർ ഓഫ് ഡ്യൂട്ടി എൻടൈറ്റിൽമെൻറ്റ് പാസ്ബുക്ക് സ്കീം. അടുത്തത് പ്രോഫിറ്റ് ഓൺ ട്രാൻസ്ഫർ ഓഫ് ഡ്യൂട്ടി ഫ്രീ റിപ്ലനിഷ്മെൻറ്റ് സർട്ടിഫിക്കറ്റ്. സോ ഈ 5 എണ്ണം ഒരേ ഹെഡ് പോലെ ഒരുമിച്ച് അങ്ങോട്ട് പഠിക്കാം. അടുത്തത് ഇതാണ് 7ാമത്തെ. ഇതെന്താ എഴുതേണ്ടതെന്ന് വെച്ചാൽ പെർക്വിസിറ്റ്സ് റിസീവ്ഡ് ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ. ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷൻ റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പെർക്വിസിറ്റ്സ് കിട്ടുവാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ പ്രൊഫഷൻ ഡോക്ടറാന്ന് വെച്ചോ, ഡോക്ടർ വലിയ എന്തെങ്കിലും അസുഖത്തിന് ട്രീറ്റ്മെൻറ്റ് നടത്തി എൻ്റെ അസുഖം മുഴുവൻ മാറി ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ഡോക്ടറിന് എന്ത് കൊടുക്കുന്നു, ഒരു കാറ് കൊടുക്കുന്നു. ഡോക്ടറിന് ഇത് പ്രൊഫഷണൽ റിലേറ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്ന പെർക്വിസിറ്റ്സ് ആണല്ലേ. എൻ്റെ ഡോക്ടറിൻ്റെ പെർവ്യൂവിൽ നിന്ന് എൻ്റെ അസുഖം മാറ്റിയത് കൊണ്ട് ഞാൻ കൊടുക്കുന്ന കാർ. സോ ഇറ്റ് ഈസ് എ പെർക്വിസിറ്റ്സ് റിസീവ്ഡ് ഫ്രം പ്രൊഫഷൻ. അതേപോലെ തന്നെ ബിസിനസ്സിലും ഉണ്ടാവും. നമുക്ക് എന്ത് കിട്ടും, എന്തെങ്കിലുമൊക്കെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള പെർക്വിസിറ്റ്സും കിട്ടും. സോ ദാറ്റ് ഓൾസോ വിൽ കം അണ്ടർ PGBP. ഓക്കെ, അത് ഓർമ്മിച്ചാൽ മതി. എന്നിട്ട് ഈ ഡോക്ടറിന് ഗിഫ്റ്റ് കിട്ടിയ ഒരു എക്സാമ്പിൾ ഇവിടെ എഴുതാം. സോ പെർക്വിസിറ്റ്സ് റിസീവ്ഡ് ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ. സോ 8th പോയിന്റ്, ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് ഹെൽഡ് ആസ് സ്റ്റോക്ക് ഇൻ ട്രേഡ്. നമ്മളെ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ട് വെച്ച സെക്യൂരിറ്റീസ്, ഓക്കെ, എന്തെങ്കിലും മോണിറ്ററി ഇൻസ്ട്രുമെൻറ്റ്സ്, എന്തെങ്കിലും ഒരു സെക്യൂരിറ്റീസ് നമ്മളിവിടെ വെക്കുകയെന്ന് വെച്ചോ, ഓക്കെ, ഡിബഞ്ചറാന്ന് വെച്ചോ. ഈ ഡിബഞ്ചർ ഇങ്ങനെ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ട് വെച്ചോ, എനിക്ക് ഈ ഡിബഞ്ചർ വിൽക്കൽ വാങ്ങൽ ഇത് തന്നെ പണി. അപ്പോൾ അങ്ങനെയുള്ള ഞാൻ ഇതിൽ നിന്ന് എന്തെങ്കിലും ഇൻട്രസ്റ്റ് കിട്ടുവാണെങ്കിൽ ദാറ്റ് ഓൾസോ വിൽ കം അണ്ടർ PGBP. ഇനി വേറെ എന്തെങ്കിലും പർപ്പസ്, സ്റ്റോക്ക് ഇൻ ട്രേഡ് അല്ലാണ്ട് എൻ്റെ കയ്യിൽ എന്തെങ്കിലും സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഇൻകം ഫ്രം അതർ സോഴ്സിലാണ് എഴുതേണ്ടത്. 8 വായിക്കാം. പോയിന്റ് നമ്പർ 9, റെമ്യൂണറേഷൻ ടു പാർട്ട്ണർ. റെമ്യൂണറേഷൻ ടു പാർട്ട്ണർ, പാർട്ട്ണറിന് റെമ്യൂണറേഷൻ കൊടുക്കുക. റെമ്യൂണറേഷൻ എന്തൊക്കെ രീതിയിൽ കൊടുക്കാം പാർട്ട്ണറിന്? ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കുക, സാലറി ആയിട്ട് കൊടുക്കുക, ബോണസ് ആയിട്ട് കൊടുക്കുക, കമ്മീഷണറായിട്ട് കൊടുക്കുക. ടു പാർട്ട്ണർ അത് ഓൾസോ വിൽ കം അണ്ടർ PGBP. അല്ലാണ്ട് സാലറിയിൽ കൊണ്ടുപോയി എഴുതരുത്. പാർട്ട്ണറിന് കിട്ടുന്നത് PGBPയിലാണ് എഴുതേണ്ടത്. ഇറ്റ് ഇസ് നോട്ട് ടാക്സ് അണ്ടർ ദി ഹെഡ് ഇൻകം ഫ്രം സാലറി. ഓക്കെ, അടുത്തത് എനി സം റിസീവ്ഡ് അണ്ടർ കീമാൻ ഇൻഷുറൻസ് പോളിസി. ഇവിടെ ശ്രദ്ധിച്ചോളാം, എന്താ കീമാൻ ഇൻഷുറൻസ് പോളിസി? മിസ്റ്റർ എന്റെ ബിസിനസ്. മിസ്റ്റർ എൻ്റെ ബിസിനസ്സിൽ ഒരു അനിൽ എന്ന് പറയുന്ന ഒരാൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഹീ ഈസ് ദ കീ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ. ഈ ബിസിനസ്സിൽ ഈ അനിൽ ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല. അനിൽ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ. അനിലാണ് ഇവിടുത്തെ എംപ്ലോയി. നമ്മൾ ഈ ഒരു എംപ്ലോയി, ഇയാളാണ് ഇതിൻ്റെ ഓൾ ഇൻ ഓൾ. ബിസിനസ് ആരുടെയാ? മിസ്റ്റർ എയുടെ. അപ്പോൾ മിസ്റ്റർ എക്ക് ടെൻഷനായി, അനിൽ പെട്ടെന്ന് എന്നെ വിട്ട് പോയാലോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്പനിയിൽ പോയാലോ, അല്ലെങ്കിൽ ഈ അനിലിന് എന്തെങ്കിലും സംഭവിച്ചാലോ, എൻ്റെ ബിസിനസ് പോയില്ലേ. സോ ഇയാൾ എന്ത് ചെയ്യും? കീമാൻ ഇൻഷുറൻസ് പോളിസി എടുക്കും അനിലിൻ്റെ പേരിൽ. കീമാൻ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ എന്നുള്ള അർത്ഥം. ഇൻഷുറൻസ് പോളിസി. ഈ കീമാൻ ഇൻഷുറൻസ് പോളിസി പല രീതിയിലെടുക്കാം. ഒന്ന്, ഈ അനിൽ ഈ ബിസിനസ്സിൽ നിന്ന് പോവുകയാണെങ്കിൽ പൈസ കിട്ടുമായിരിക്കും ചിലപ്പം കമ്പനി, അതായത് ഈ ബിസിനസ്സിന് കിട്ടും എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാം? പോളിസി എടുക്കാം. അല്ലെങ്കിൽ കീമാൻ, അതായത് ഇൻഷുറൻസ് പോളിസി അനിലിൻ്റെ പേരിലെടുക്കാം. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന പൈസ ആർക്ക് കിട്ടും? അനിലിന് കിട്ടും. അങ്ങനെ കീമാൻ ഇൻഷുറൻസ് പോളിസി ഒന്നിക്കൽ അതിൽ നിന്നുള്ള ബെനിഫിറ്റ്, ആ പോളിസി എമൗണ്ട് ആർക്ക് കിട്ടുന്ന വിധം എടുക്കാം, ഈ ബിസിനസ്സിൻ്റെ ഈ ഓണറിന് കിട്ടുന്ന വിധം, അല്ലെങ്കിൽ ഈ പർട്ടിക്കുലർ എംപ്ലോയിക്ക് കിട്ടുന്ന വിധം എടുക്കാം. കീമാൻ ഇൻഷുറൻസ് പോളിസീൻ്റെ സം റിസീവ്ഡ്, ആ പൈസ കിട്ടിയിരിക്കുന്നത് ബിസിനസ് അല്ലെങ്കിൽ ഇയാൾക്കാണെങ്കിൽ അത് PGBPയിൽ വരും. കീമാൻ ഇൻഷുറൻസ് പോളിസീൻ്റെ സം കിട്ടിയിരിക്കുന്നത് എംപ്ലോയിക്കാണെങ്കിൽ അത് ഏതിനകത്ത് എഴുതണം? സാലറിക്കകത്ത് എഴുതണം. സാലറിയിൽ പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി ഞാൻ പറയാൻ വിട്ടിട്ടുണ്ട്. സോ അതിൽ വരുന്നതാണിത്. സോ കീമാൻ ഇൻഷുറൻസ് പോളിസീൻ്റെ സം റിസീവ് ചെയ്തിരിക്കുന്നത് ബിസിനസ് ആണെങ്കിൽ PGBP,
അല്ലാത്ത പക്ഷം എംപ്ലോയി ആണെങ്കിൽ സാലറി. ഇനി എംപ്ലോയിയും അല്ല മിസ്റ്റർ ബിസിനസ്സും അല്ല, നമ്മൾ വേറെ ആരാ, ലീഗൽ ഹയേഴ്സ് ഉണ്ട്, ഇയാൾ മരിച്ചിട്ട് ഇയാളുടെ ലീഗൽ ഹയറാണ് കെടുത്തതെങ്കിൽ അത് ഇൻകം ഫ്രം അതർ സോഴ്സിലും വരും. ഓക്കെ, സോ കീമാൻ ഇൻഷുറൻസ് പോളിസി ഏതിൽ എഴുതണം എന്ന് ചോദിച്ചാൽ ആർക്കാണ് സം കിട്ടിയത് നോക്കുക. എംപ്ലോയിക്കാണെങ്കിൽ സാലറി, ഇയാൾക്കാണെങ്കിൽ PGBP, ലീഗൽ ഹയേഴ്സിനാണെങ്കിൽ ഇൻകം ഫ്രം അതർ സോഴ്സ്. അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഒരു എന്താ പറയുക, ഞാനൊരു ട്യൂഷൻ സെൻറ്റർ റൺ ചെയ്യുന്നതെന്ന് വെച്ചാൽ ടാക്സിൻ്റെ. സോ ഞാൻ അത്യാവശ്യം നന്നായിട്ട് കണ്ണൂർ ഇതിങ്ങനെ ടാക്സൊക്കെ റൺ ചെയ്ത് വരുമ്പം എനിക്കൊരു കോമ്പറ്റീറ്റർ വരികയാണ്. അവിടെ വീണ്ടും ഒരു ടാക്സിൻ്റെ ട്യൂഷൻ ക്ലാസ്സുമായിട്ട് കണ്ണൂർ ഞാൻ ജോലി ചെയ്യുന്ന എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തൊട്ട സൈഡിൽ നിന്ന് വെച്ചോ. അപ്പം ഞാൻ മെല്ലെ ഇയാളുടെ അടുത്ത് പോയിട്ട് പറയും, ഡോണ്ട് ഡൂ ദിസ്, നോട്ട് ക്യാരിങ്, ചെയ്യരുത്, ഇങ്ങനെ ചെയ്യാണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് ഇത്ര പൈസ തരാം. അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന പൈസയും ഏത് അണ്ടറിൽ വരണം, PGBPൻ്റെ അണ്ടറിൽ വരണം. അങ്ങനെ കിട്ടുന്ന പൈസ. അപ്പം ഈ പർട്ടിക്കുലർ ട്യൂഷൻ നടത്തുന്ന ആൾക്ക് ഇങ്ങനെ ട്യൂഷൻ നടത്തരുത് എന്ന് പറഞ്ഞിട്ട് കിട്ടുന്ന പൈസയും ഇയാളുടെ കേസിൽ PGBPയിൽ ടാക്സബിൾ ആണ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എനി സം റിസീവ്ഡ് ഓർ റിസീവബിൾ അണ്ടർ ആൻ അഗ്രിമെൻറ്റ് ഫോർ നോട്ട് ക്യാരിങ് ആൻ എനി ആക്ടിവിറ്റി ഇൻ റിലേഷൻ ടു എനി ബിസിനസ്. ഓക്കെ, അടുത്തത് ഒരാളുടെ കയ്യിൽ നോ ഹൗ, പാറ്റൻറ്റ്, കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും ഷെയർ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് എനി സം കൊടുക്കുവാണെങ്കിൽ അതും എന്തിൽ വരും, PGBPയിൽ വരും. അപ്പോൾ ഇത് രണ്ടും പഠിക്കാം. ഇനി അടുത്ത 13ാമത്തത് ഇങ്ങനെ എഴുതണേ, സ്റ്റോക്ക് കൺവേർട്ടഡ് ഇൻ ടു ക്യാപിറ്റൽ അസറ്റ് എന്ന് മാത്രം മതി. ഇതൊന്നും ഓർമ്മയില്ലെങ്കിൽ സ്റ്റോക്ക് കൺവേർട്ടഡ് ഇൻ ടു ക്യാപിറ്റൽ അസറ്റ്, നമ്മളെ കയ്യിലെ സ്റ്റോക്ക് ക്യാപിറ്റൽ അസറ്റായി മാറ്റുകയാണെങ്കിൽ ദാറ്റ് ഓൾസോ വിൽ കം അണ്ടർ PG. എക്സാമ്പിൾ ശ്രദ്ധിച്ചോളെ. ഓക്കെ, എനിക്ക് എന്തിൻ്റെ ബിസിനസ്സാണോ, എനിക്ക് ഫർണിച്ചറേ ഓർമ്മ വരുന്നുള്ളൂ. എനിക്ക് ഫർണിച്ചറിൻ്റെ ബിസിനസ്സാന്ന് വെച്ചോ. ബിസിനസ്സിൽ യൂസ് ചെയ്യുന്ന ഫർണിച്ചറിനെയാണ് ഞാൻ സ്റ്റോക്ക് എന്ന് വിളിക്കുക അല്ലേ. ഈ ഫർണിച്ചർ വിൽക്കലും വാങ്ങലുമാണ് എൻ്റെ പണി. സോ എൻ്റെ സ്റ്റോക്കാണ് ഫർണിച്ചർ. ഈ ഫർണിച്ചറിൽ കുറച്ചെടുത്തിട്ട് ഞാൻ എൻ്റെ ഓഫീസിൽ കൊണ്ടുപോയി ഇടുവാണ്. സോ അപ്പോൾ ആ അസറ്റ് എന്തായി മാറി, ഈ സ്റ്റോക്ക് എന്തായി മാറി, ക്യാപിറ്റൽ അസറ്റായി മാറി. ഈ സമയത്ത് ഉണ്ടാവുന്ന പ്രോഫിറ്റും നമ്മൾ ഏതിൽ കൊണ്ടുപോയി എഴുതണം, PGBPയിൽ കൊണ്ടുപോയി എഴുതണം. ഓക്കെ, ഇനി അടുത്തത് ലാസ്റ്റ് തിങ്, സം റിസീവ്ഡ് ഓർ റിസീവബിൾ ഇൻ ക്യാഷ് ഓർ കൈൻഡ് ഓർ ഓൺ അക്കൗണ്ട് ഓഫ് എനി ക്യാപിറ്റൽ അസറ്റ് അതർ ദാൻ ലാൻഡ് ഓർ ബിൽഡിംഗ് or financial are being demolished, destroyed, discarded or transferred if the whole of the expenditure on such capital has been deducted under section 35 AD. 35 AD പഠിച്ചാലേ ഇത് മനസ്സിലാവും. പിന്നെ ഞാൻ വെറുതെ ഇവിടെ കിടന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. സോ 35 AD ഇതിലുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഉണ്ടാവും. 35 AD കഴിഞ്ഞിട്ട് നമുക്കിത് വന്ന് പഠിക്കാം. ഓക്കെ, സോ ഐ എം റിപ്പീറ്റിംഗ് വാട്ട് ആർ ദ പ്രോഫിറ്റ്സ് ഓഫ് ബിസിനസ് ആൻഡ് പ്രൊഫഷൻ സെക്ഷൻ 28. അടുത്ത ഒന്നാമത്തെ എന്താ, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓഫ് പ്രൊഫഷൻ ക്യാരിഡ് ഔട്ട് ബൈ ആരായിരിക്കണം, SSC, ഏത് ഇയറിൽ, ഇൻ ദ പ്രീവിയസ് ഇയർ. അത്രയേ ഉള്ളൂ ഇവിടെ. അടുത്തത് എനി കോമ്പൻസേഷൻ ഡ്യൂ ഓർ റിസീവ് ബൈ എനി പേഴ്സൺ, ആ പേഴ്സൺ ആരായിരിക്കണം, മാനേജർ, എന്തിൻ്റെ, ഇന്ത്യൻ കമ്പനീൻ്റെ, ഇൻ കണക്ഷൻ വിത്ത് ടെർമിനേഷൻ ഓർ മോഡിഫിക്കേഷൻ ഓഫ് ടേംസ് ഓഫ് ബിസിനസ്. അടുത്തതോ എനി കോമ്പൻസേഷൻ ഡ്യൂ ഓർ റിസീവ് ബൈ എനി പേഴ്സൺ ബീയിങ് ആൻ ഏജൻറ്റ് ഇൻ കണക്ഷൻ വിത്ത് ടെർമിനേഷൻ ഓർ മോഡിഫിക്കേഷൻ ഓഫ് ഏജൻസി എന്ന് എഴുതുക, ഏജൻസി അല്ലെങ്കിൽ കോൺട്രാക്ട്. അല്ലെങ്കിൽ ഇനി അടുത്തോ എനി കോമ്പൻസേഷൻ ഡ്യൂ ഓർ റിസീവ്ഡ് ഫ്രം എനി പേഴ്സൺ ഫ്രം ആ ഗവൺമെൻറ്, എന്തിനു വേണ്ടി, ഫോർ മാനേജിങ് ദ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ബിസിനസ് ഓഫ് ദി ഗവൺമെൻറ്. അടുത്തതോ എനി കോമ്പൻസേഷൻ റിസീവ്ഡ് ഓർ ഡ്യൂ ഓർ റിസീവ് ബൈ എനി പേഴ്സൺ ഇൻ കണക്ഷൻ വിത്ത് ദി ടെർമിനേഷൻ ഓർ മോഡിഫിക്കേഷൻ ഓഫ് ദ ടേംസ് ഓഫ് ബിസിനസ്. ഈ പറഞ്ഞിട്ടുള്ള പോയിന്റ് ഇവിടെ വരെ വരും. അടുത്തതോ മെമ്പേഴ്സിന് എന്തെങ്കിലും സർവീസ് കൊടുത്തിട്ടുണ്ടാക്കുന്ന ഇൻകം. നെക്സ്റ്റ് എക്സ്പോർട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള 5 പോയിന്റ്സ് അടുത്തത് വരണം. പിന്നെ ഇത് പെർക്വിസിറ്റ്സ് റിസീവ് ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ. ഇതോ സെക്യൂരിറ്റീസ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ട് ഹെൽഡ് ചെയ്യുന്ന സെക്യൂരിറ്റീസിന് ഇൻട്രസ്റ്റ് കിട്ടുക. അല്ലാത്ത സെക്യൂരിറ്റീസിന് ഇൻട്രസ്റ്റ് കിട്ടുമ്പോൾ ഇൻകം ഫ്രം അതർ സോഴ്സ്. ഇതെന്താ, റെമ്യൂണറേഷൻ ടു പാർട്ട്ണർ. അടുത്തത് എന്താ, കീമാൻ ഇൻഷുറൻസ് പോളിസി. ഈ ഒരു പോയിന്റ്സ് ഓർമ്മിക്കാം. അടുത്തത് നോട്ട് ക്യാരിങ് ഓൺ ബിസിനസ് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും പൈസ കൊടുക്കുകയാണെങ്കിൽ, നോട്ട് ഷെയറിങ് നോ ഹൗ, പാറ്റൻറ്റ് എന്നൊക്കെ പറഞ്ഞ് പൈസ കൊടുക്കുകയാണെങ്കിൽ, സ്റ്റോക്ക് ക്യാപിറ്റൽ അസറ്റായിട്ട് മാറ്റുവാണെങ്കിൽ,
ഇത് 2 പോയിന്റ് നമ്മൾ ആ മറ്റേ 5 പഠിച്ചു. സോ ഇത്രയും കാര്യങ്ങൾ സെക്ഷൻ നമ്പർ 28 വരും. അടുത്തത് ഇൻകം നോട്ട് ടാക്സബിൾ അണ്ടർ ദ ഹെഡ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ്. അപ്പോൾ ഇപ്പം നമ്മൾ ടാക്സബിൾ ചെയ്യുന്ന കാര്യമാണ് ഇവിടെ പഠിച്ചത്. ഇനി ഇവിടെ പറയുന്ന ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും PGBP എന്ന് പറയുന്ന ഹെഡിൽ എഴുതരുത്. സോ ഈ ഹെഡിലുള്ളതൊന്നും PGBPയിൽ വരാൻ പാടില്ല. ഫസ്റ്റ് വൺ നമുക്കറിയാം, ഞാൻ പറഞ്ഞതാണ്, ഹൗസ് പ്രോപ്പർട്ടിയിൽ ഒരാളുടെ ജോലി, വീട് എടുത്ത് റെൻറ്റിന് കൊടുക്കൽ അയാളുടെ ബിസിനസ് ആണെങ്കിൽ കൂടെ ഇത് ഏതിലേ വരുള്ളൂ? ഹൗസ് പ്രോപ്പർട്ടി സെക്ഷൻ നമ്പർ 22 വരിക. സെക്ഷൻ നമ്പർ 22 എന്ന് പറഞ്ഞാൽ ഹൗസ് പ്രോപ്പർട്ടീൻ്റെ സെക്ഷനിലാണ് വരിക. റെൻ്റ് ഓഫ് ഹൗസ് പ്രോപ്പർട്ടീസ് ടാക്സബിൾ അണ്ടർ സെക്ഷൻ 22 ഈവൺ ഇഫ് ദ പ്രോപ്പർട്ടീസ് ഹെൽഡ് ആസ് സ്റ്റോക്ക് ഇൻ ട്രേഡ്. അയാളുടെ ജോലി ഇത് തന്നെയാണെങ്കിൽ കൂടെ ഇറ്റ് വിൽ കം അണ്ടർ ബിസിനസ് ഓർ പ്രൊഫഷനിൽ എഴുതാൻ പാടില്ല. ഏതിലെഴുതണം? ഹൗസ് പ്രോപ്പർട്ടിയിൽ എഴുതണം. അടുത്തത് ഡിവിഡൻഡ് ഓൺ ഷെയർ. ഡിവിഡൻഡ് റിസീവബിൾ ഇസ് ടാക്സബിൾ അണ്ടർ ദാറ്റ് ഇൻകം ഫ്രം അതർ സോഴ്സിലാണ്. ബിസിനസ്സിൽ കൊണ്ടുപോയി എഴുതരുത്. ഓക്കെ, ഡിവിഡൻഡിൻ്റെ സംഭവങ്ങളും നമ്മൾ ഇൻകം ഫ്രം അതർ സോഴ്സിൽ പഠിക്കും. വിന്നിങ് ഫ്രം ലോട്ടറി എടുത്ത് ചെയ്താൽ അത് ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ്. ഹോഴ്സ് റേസ് എന്ന് പൈസ ഉണ്ടാക്കിയ ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ്. അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ കോമ്പൻസേഷൻ. ഇതെന്താ പറയുന്നതെന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ കോമ്പൻസേഷന് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുക. ഓക്കെ, അല്ലെങ്കിൽ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ, നമ്മൾ കേസൊക്കെ കൊടുത്ത് നമ്മുടെ കോമ്പൻസേഷൻ ഇൻക്രീസ് ചെയ്ത് വാങ്ങിക്കുക. ഇതെല്ലാം ഇൻകം ഫ്രം അതർ സോഴ്സിലാണ് വരിക എന്ന് എഴുതുക. ഓക്കെ, ഇനി വേണമെങ്കിൽ ഇതും കൂടെ എഴുതാം. 1920 മുതൽ, വിത്ത് ഇഫക്റ്റ് ഫ്രം പ്രീവിയസ് ഇയർ 1920 മുതൽ നമുക്കിങ്ങനെ കിട്ടുന്നതിൻ്റെ 50% ഡിഡക്റ്റബിൾ ആണ്. ഡിഡക്റ്റ് ചെയ്യാം. ബാക്കി 50% ഇൻകം ഫ്രം അതർ സോഴ്സിൽ ടാക്സബിൾ ആണെന്ന് കാണിക്കുക. ഇനി ഇവിടം വരെ എഴുതിയാൽ മതി, ജസ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഓക്കെ, സോ ഈ 2 പോയിന്റും ഓർമ്മിച്ചിട്ട് പഠിക്കുക. ഇനി നമ്മൾ നെക്സ്റ്റ് മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ് ആണ്. മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ് പറയുന്നത് എന്തിനാ ഇവിടെ ഈ മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ് തന്നത് എന്ന് ആദ്യം പറയണം. ഈ ഒരു PGBPയിൽ വാട്ട് ഇസ് ദിസ് വൺ, വൈ വി ആർ സീയിങ് ദിസ് മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ്, എന്തിനാണ് നമ്മൾ ഈ മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ്, ഇത് അക്കൗണ്ടൻസി അല്ലേ, എന്തിനാണ് ഇവിടെ കൊണ്ടുപോയി എഴുതിയത് എന്നുള്ളത് തുടങ്ങിക്കൊണ്ട് നെക്സ്റ്റ് വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും.